നമ്മളിന്ന് കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. രാമനും സീതയും ലക്ഷ്മണനും കാനനവാസ കാലത്ത് കുടിയിരുന്ന മലയാണ് കൂടപ്പുലമെന്നും സീതാരാമന്മാർ ലക്ഷ്മണനെ കുടിയിരുത്തി പോയ സ്ഥലമാണ് ഇതെന്നും ഒക്കെയാണ് വിശ്വാസം. എന്തായാലും ലക്ഷ്മണ ഭഗവാന്റെ സന്നിധിയിലേക്കാണ് ഇന്നത്തെ യാത്ര. മിഥുനും മനോജും ചേർന്നാണ്. അതെ. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമേറിയതും രാമപുരത്തിന് ശേഷം ഭക്തജന ലക്ഷങ്ങൾ ദർശനം നടത്തുന്നതും കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. ലക്ഷ്മണസ്വാമിയുടെ പാദസ്പർശമേറ്റ മണ്ണ്, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോട്ടയത്തിന്റെ അയോധ്യ എന്നറിയപ്പെടുന്ന പേരിൽ തന്നെ ശ്രീരാമചന്ദ്രന്റെ നാമധേയമുള്ള രാമപുരം ഗ്രാമത്തിൽ തന്നെയാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ശ്രീരാമചന്ദ്രന്റെ സന്തത സഹചാരിയായി ലക്ഷ്മണസ്വാമി. കോട്ടയത്തെ നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണിത്. രാമനും സീതയും ലക്ഷ്മണനും കാനനവാസകാലത്ത് കൂടിയിരുന്ന മലയാണ് കൂടപ്പുലമെന്നും സീതാരാമന്മാർ ലക്ഷ്മണനെ കുടിയിരുത്തിപ്പോയ സ്ഥലമാണിതെന്നും വിശ്വാസമുണ്ട്. ശ്രീരാമൻ സീതാവിയോഗത്തിൽ ദുഃഖിതനായി വനവാസകാലത്ത് സഞ്ചരിച്ച ഇടങ്ങളിലൂടെ അലയവേ ഈ പ്രദേശത്തെത്തി ധ്യാനനിരതനായി എന്നും അന്വേഷിച്ചെത്തിയ രാമസഹോദരന്മാരും ഇവിടെയെത്തി വ്യത്യസ്ത ഇടങ്ങളിൽ ധ്യാനത്തിലിരുന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ലക്ഷ്മണസ്വാമി തിരഞ്ഞെടുത്ത ഇടമാണ് കൂടപ്പുലം എന്നാണ് വിശ്വാസം. നാലു കൈകളാലും അനുഗ്രഹം വാരിച്ചൊരിയുന്ന ചതുർബാഹുവായിട്ടാണ് ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ഏറെ ചൈതന്യവാഹിയായ പ്രതിഷ്ഠ. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ തട്ടങ്ങളിൽ സമർപ്പിക്കുന്ന ചതുർബാഹു വഴിപാടാണ് ഇവിടെ സമർപ്പിക്കേണ്ടത്. ശംഖ് രോഗശമനത്തിന്റെയും, ചക്രം പാപനാശത്തിന്റെയും, ഗദ ദീർഘായുസിന്റെയും, പത്മം സർവൈശ്വര്യത്തിന്റെയും സൂചകങ്ങളാണ്. പ്രധാന പ്രതിഷ്ഠാമൂർത്തിയായ ലക്ഷ്മണസ്വാമിക്ക് പുറമെ നാലമ്പലത്തിനകത്ത് ശ്രീ ദക്ഷിണാമൂർത്തി, ശ്രീ ഗണപതി എന്നീ ദേവതകളും പുറത്ത് യക്ഷി, രക്ഷസ് എന്നീ മൂർത്തികളും ശ്രീ അയ്യപ്പൻ പ്രത്യേക ക്ഷേത്രത്തിലുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സമീപത്ത് കീഴേടമായി ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയുടെയും സ്വാമി അയ്യപ്പന്റെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ദർശന ചൈതന്യത്തിന്റെ ശക്തി കൂട്ടുന്നു. കർക്കിടകം 1 ആരംഭിക്കുന്ന രാമായണ മാസത്തോടെ രാമപുരം ഗ്രാമം ഒന്നാകെ ഉണരും. സമീപ ജില്ലകളിൽ നിന്നും ദിനം പ്രതി 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് എത്തുന്നത്. അതിരാവിലെ രാമപുരം ശ്രീരാമചന്ദ്രനെ വണങ്ങിയതിനു ശേഷം ഭക്തർ എത്തുക 4 കിലോമീറ്റർ അപ്പുറമുള്ള കൂടപ്പുലം ലക്ഷ്മണസ്വാമിയുടെ സന്നിധിയിലേക്കാണ്. അവിടെ ഭക്തർക്ക് അനുഗ്രഹവും സംരക്ഷണവും നൽകി ശ്രീ ലക്ഷ്മണസ്വാമി കുടിയിരിക്കുന്നു. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിനെത്തുന്നവർക്കും മാസത്തിലൊരിക്കൽ ലക്ഷ്മണസ്വാമിയെ തൊഴാനെത്തുന്നവർക്കും ദിവസവും സന്നിധിയിലെത്തി ഭഗവാനെ വന്ദിക്കുന്നവർക്കും ഭഗവാന്റെ കടാക്ഷത്തെക്കുറിച്ച് ഒന്നേ പറയുവാനുള്ളൂ. ലക്ഷ്മണസ്വാമിയുടെ അദൃശ്യ കരങ്ങളുടെ സംരക്ഷണം അറിഞ്ഞവരാണ് ഓരോ ഭക്തരും. മണ്ഡലകാലത്തിന്റെ അവസാന ദിവസം പള്ളിവേട്ട വരുന്ന വിധത്തിലുള്ള 6 ദിവസത്തെ വാർഷികോത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. മറ്റ് സുപ്രധാന ഹൈന്ദവ ആഘോഷങ്ങളും ആചരണങ്ങളും പ്രൗഢിയോടെ നടത്തപ്പെടുന്നു. ഒരു നാടിന്റെ കൂട്ടായ്മയോടെ ക്ഷേത്രാനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം സജീവമാണ്. ലക്ഷ്മണസ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തിയും ഭഗവാൻ ഭക്തർക്ക് നൽകുന്ന കരുതലുമാണ് എല്ലാത്തിന്റെയും അകക്കാമ്പ്.
പ്രസിദ്ധ കുടുംബമായ കാഞ്ഞിരപ്പള്ളി മനയുടെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രമെങ്കിലും ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് സാമുദായിക സംഘടനയായ NSS കരയോഗമാണ്. സാധാരണയായി ക്ഷേത്രദർശന സമയം രാവിലെ 5 മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയും, നാലമ്പല തീർത്ഥാടന കാലത്ത് രാവിലെ 5 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ്.